ബ്രെയിൻസ്റ്റമിന്റെ സെക്ഷൻസ് വരയ്ക്കുന്നതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബ്രെയിൻസ്റ്റം നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ട് 7 സെക്ഷൻസ് എടുത്തിട്ടായിരിക്കും. അതിൽ മിഡ് ബ്രെയിനിൽ അടുത്ത ലെവൽ ഓഫ് സുപ്പീരിയർ കോളിക്കുലസ് ഒരു സെക്ഷൻ ഉണ്ടാവും, അടുത്ത ലെവൽ ഓഫ് ഇൻഫീരിയർ കോളിക്കുലസ് ഒരു സെക്ഷൻ ഉണ്ടാവും. പോൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ പോൺസിൽ ഒരു സെക്ഷൻ, ലോവർ പോൺസിൽ ഒരു സെക്ഷൻ. മിഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇൻഫീരിയർ ഒലിവറി ന്യൂക്ലിയസിന്റെ ലെവലിൽ ഒരു സെക്ഷനും, പിന്നെ സെൻസറി ഡെക്കുസേഷന്റെ ലെവലിൽ ഒരു സെക്ഷൻ, പിന്നീട് പിരമിഡൽ ഡെക്കുസേഷന്റെ ലെവലിൽ ഒരു സെക്ഷനും ഉണ്ടാവും. അപ്പോൾ പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. അത് അറ്റ് ദ ലെവൽ ഓഫ് സുപ്പീരിയർ കോളിക്കുലസ്, മിഡ് ബ്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് സുപ്പീരിയർ കോളിക്കുലസ് നമ്മൾ ഏതൊക്കെ ക്രേനിയൽ നെർവ് ന്യൂക്ലിയസ് ആയിരിക്കും കാണുക, ആ ലെവലിലുള്ള ന്യൂക്ലിയസ്, അതായത് ഒക്കുലോമോട്ടോറിന്റെ ക്രേനിയൽ നെർവ് ന്യൂക്ലിയസ്, ഒക്കുലോമോട്ടോർ ന്യൂക്ലിയസ് ഉണ്ടാവും. അതുപോലെ എഡിഞ്ചർ വെസ്റ്റ്ഫാൽ ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നീട് ട്രൈജമിനൽ നെർവിന്റെ മീസെൻസെഫാലിക് ന്യൂക്ലിയസും ഉണ്ടാവും. മീസെൻസെഫാലിക്. മിഡ് ബ്രെയിനിന്റെ തന്നെ ഇൻഫീരിയർ കോളിക്കുലസിന്റെ ലെവലിലുള്ള സെക്ഷൻ എടുത്താൽ ഫോർത്ത് നെർവ്, ട്രോക്ലിയർ നെർവിന്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നീട് മീസെൻസെഫാലിക് ന്യൂക്ലിയസ് ഓഫ് ട്രൈജമിനൽ നെർവും ഉണ്ടാവും. പോൺസ് എടുക്കുമ്പോൾ അപ്പർ പോൺസില് മെയിനായിട്ട് ട്രൈജമിനൽ നെർവിന്റെ 3 ന്യൂക്ലിയസ്, അതായത് മീസെൻസെഫാലിക് ന്യൂക്ലിയസ് ഷോർട്ട് ആയിട്ടാണ് മീസെൻസെഫാലിക്, പിന്നീട് സുപ്പീരിയർ സെൻസറി അല്ലെങ്കിൽ ചീഫ് സെൻസറി ന്യൂക്ലിയസ്, പിന്നീട് മോട്ടോർ ന്യൂക്ലിയസ്. ഇതെല്ലാം തന്നെ ട്രൈജമിനൽ നെർവിന്റെ ആയിരിക്കും. ലോവർ പോൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we will be seeing 6th nerve nucleus, abducent nucleus, 7th നെർവിന്റെ ന്യൂക്ലിയസ്, മോട്ടോർ ന്യൂക്ലിയസ് ഓഫ് 7th നെർവ്. പിന്നെ ബാക്കി ന്യൂക്ലിയസും ഉണ്ടാവും. നമ്മുടെ ഡയഗ്രത്തിലെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് 8th നെർവിന്റെ ന്യൂക്ലിയസ്, അതാണ് 4 വെസ്റ്റിബുലർ ന്യൂക്ലിയസും 2 കോക്ലിയർ ന്യൂക്ലിയസും, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ കോക്ലിയർ ന്യൂക്ലിയസും ഉണ്ടാവും. ഇനി മിഡിൽ എടുക്കുമ്പോൾ നമ്മൾ സെക്ഷൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഇൻ ദ മിഡിൽ സെക്ഷൻസ് വി ഹാവ് ടു സീ ദ നമ്മൾ വിട്ടുപോയത് പോൺസില് സ്പൈനൽ ന്യൂക്ലിയസ് ഓഫ് ട്രൈജമിനൽ നെർവും ഈ സെക്ഷനിൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങും. ട്രൈജമിനൽ മിഡിൽ എടുക്കുമ്പോൾ അവിടെയെല്ലാം 9, 10, 11 ആൻഡ് 12 ഇത്രയും ക്രേനിയൽ നെർവിന്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. അതായത് ന്യൂക്ലിയസ് അംബിഗസ്, ഡോർസൽ ന്യൂക്ലിയസ് ഓഫ് വാഗസ് നെർവ്, ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസ്, പിന്നീട് ഹൈപ്പോഗ്ലോസൽ ന്യൂക്ലിയസ്. ഇത്രയും ന്യൂക്ലിയസ് ഉണ്ടാവും. അത് കൂടാതെ സ്പൈനൽ ന്യൂക്ലിയസ് ഓഫ് ട്രൈജമിനൽ നെർവും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ന്യൂക്ലിയസ് നമ്മൾ ഓരോ സെക്ഷൻ വരയ്ക്കുമ്പോഴും ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും അവസാനം കൺഫേം ചെയ്തോണം. അതല്ലാതെ ഡയഗ്രാം ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഇനി ബ്രെയിൻസ്റ്റമിന്റെ ഓരോ സെക്ഷനും അതിന്റെ ഔട്ട്ലൈൻ കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന്റെ ഔട്ട്ലൈൻ ആയിരിക്കും. നമ്മളത് ഓരോ സെക്ഷൻ പറയുമ്പോൾ പറഞ്ഞു പോകും. ഇനി പല പല വേർഡ്സ് ഉണ്ടാവും, ലൈക്ക് ലെംനിസ്കസ്, ഫസിക്കുലസ്, ട്രാക്ട്സ്, ബണ്ടിൽ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം തന്നെ അർത്ഥമാക്കുന്നത് ഒരേ മീനിങ് ആണ്. പിന്നെ നമ്മൾ അതിന്റെ ഫംഗ്ഷനോ അതിന്റെ പൊസിഷനോ അനുസരിച്ച് അതിനെ പല പല പേര് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബേസിക്കലി ദേ ആർ ദ സെയിം. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് നെർവ് ഫൈബറിന്റെ ഗ്രൂപ്പിനെയാണ്.
അല്ലെങ്കിൽ ആക്സോണുകളുടെ മെയിൻ ആയിട്ടുള്ള ആക്സോണുകളുടെ ഗ്രൂപ്പിനെയാണ് ഈ പറയുന്ന വാക്കുകൾ ലെംനിസ്കസ് ആവട്ടെ, ഫസിക്കുലസ് ആവട്ടെ, ട്രാക്ട്സ് ആവട്ടെ, ബണ്ടിൽ ആവട്ടെ ഇതെല്ലാം തന്നെ ഉദ്ദേശിക്കുക. ഇനി നമ്മൾ ബ്രെയിൻ സ്റ്റെമിന്റെ സെക്ഷൻ നോക്കുമ്പോൾ മെയിനായിട്ട് 4 ലെംനിസ്കസ് ആണ് കാണുന്നത്. അപ്പോൾ അത് മീഡിയൽ ടു ലാറ്ററൽ, അതിനൊരു ഓർഡർ ഉണ്ട്. മോസ്റ്റ് മീഡിയലായിട്ട് MTSL, that is starting from the medial side towards the lateral aspect. അപ്പോൾ M സൂചിപ്പിക്കുന്നത് മീഡിയൽ ലെംനിസ്കസ്. നമ്മളിത് നമ്മൾ ഇവിടെ വരയ്ക്കുന്നൊക്കെ ഉള്ളത് സെക്ഷൻ വരയ്ക്കുമ്പോൾ കാണും. എന്താണ് മീഡിയൽ ലെംനിസ്കസ്? സ്പൈനൽ കോഡിനകത്ത് നമ്മൾ വളരെ കൃത്യമായി കാണുന്നതാണ്. പോസ്റ്റീരിയർ ഫിനിക്കുലസിൽ 2 ട്രാക്ട്സ് ഉണ്ട്, ഫസിക്കുലസ് ഗ്രാസിലിസും ഫസിക്കുലസ് ക്യൂണിയറ്റസും. ഈ പറയുന്ന ഫസിക്കുലസ് ഗ്രാസിലിസും ക്യൂണിയറ്റസും സ്പൈനൽ കോഡിലൂടെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ തന്നെ സ്പൈനൽ കോഡിലൂടെ ക്രോസ് ചെയ്യാതെ അസെൻഡ് ചെയ്യുന്നു. അസെൻഡ് ചെയ്ത് മെഡുല്ലയിൽ എത്തുന്നു. മെഡുല്ലയുടെ അറ്റ് ദ ലെവൽ ഓഫ് സെൻസറി ഡെക്വിസേഷൻ അവിടെ ഒരു ന്യൂക്ലിയസിൽ റിലേ ചെയ്യുന്നു. ആ ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസ് ക്യൂണിയറ്റസും ന്യൂക്ലിയസ് ഗ്രാസിലിസും. ഈ പറയുന്ന ന്യൂക്ലിയസ് ക്യൂണിയറ്റസും ന്യൂക്ലിയസ് ഗ്രാസിലിസും റിലേ ചെയ്തതിന് ശേഷം the fibers of them will cross to opposite side. അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. that will be dealt in the medulla. ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്തുണ്ടാവുന്ന ഫൈബർ ഗ്രൂപ്പിനെ നമ്മൾ ഇനി വിളിക്കുന്ന പേരാണ് മീഡിയൽ ലെംനിസ്കസ്. ബേസിക്കലി they are the continuation of posterior column tracts of the opposite side. അതായത് റൈറ്റ് മീഡിയൽ ലെംനിസ്കസ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന സെൻസേഷൻ ലെഫ്റ്റ് ഫസിക്കുലസ് ഗ്രാസിലിസിലെയും ലെഫ്റ്റ് ഫസിക്കുലസ് ക്യൂണിയറ്റസിലെയും ആയിരിക്കും. ശരി, അടുത്ത ട്രാക്റ്റ് ആണ് T. T stands for ട്രൈജെമിനൽ ലെംനിസ്കസ്. എന്താണ് ട്രൈജെമിനൽ ലെംനിസ്കസ്? ട്രൈജെമിനൽ നെർവിന് 4 ന്യൂക്ലിയസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് സ്പൈനൽ ന്യൂക്ലിയസ്. അപ്പം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്പൈനൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഏകദേശം ലോവർ പോൺസ് മുതൽ സ്പൈനൽ കോഡിന്റെ സർവൈക്കൽ സെഗ്മെന്റ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലെങ്തി കോളമാണ്. ഈ സ്പൈനൽ ന്യൂക്ലിയസിൽ നിന്ന് മുകളിലേക്ക് എറൈസ് ചെയ്യുന്ന ട്രാക്റ്റ് ആണെന്ത്? ട്രൈജെമിനൽ ലെംനിസ്കസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പൈനൽ ന്യൂക്ലിയസ് ഇങ്ങനെ ലെങ്തിയായി കിടക്കുന്ന ഒരു ന്യൂക്ലിയർ ഗ്രൂപ്പ് ആണെന്നിരിക്കട്ടെ. അതിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ട്രാക്റ്റ് ആണ് ട്രൈജെമിനൽ ലെംനിസ്കസ്. ട്രൈജെമിനൽ ലെംനിസ്കസ്. ഈ ഫൈബേഴ്സ് എല്ലാം ട്രൈജെമിനൽ ലെംനിസ്കസ് ആയിരിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കുന്ന സെക്ഷനിൽ ചില സെക്ഷനിൽ സ്പൈനൽ ന്യൂക്ലിയസ് മാത്രമേ കാണാം, ചില സെക്ഷനിൽ സ്പൈനൽ ന്യൂക്ലിയസ് പ്ലസ് ട്രാക്ട് കാണാം. ഇതേപോലെ തന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് എടുത്താൽ സ്പൈനൽ ന്യൂക്ലിയസ് പ്ലസ് ട്രൈജെമിനൽ ലെംനിസ്കസ് ആയിരിക്കും ഉണ്ടാവുക. ട്രാക്ട് അല്ല, ട്രൈജെമിനൽ ലെംനിസ്കസ്. ഇനി അതിന് മുകളിലുള്ള ബ്രെയിൻസ്റ്റെമിന്റെ സെക്ഷൻ എടുത്താൽ വി വിൽ ബി സീയിങ് ഓൺലി ദ ട്രൈജെമിനൽ ലെംനിസ്കസ്. അപ്പൊ എന്തുകൊണ്ട് ചില സെക്ഷനിൽ സ്പൈനൽ ന്യൂക്ലിയസ് വരുന്നില്ല, എന്തുകൊണ്ട് ചില സെക്ഷനിൽ ട്രൈജെമിനൽ ലെംനിസ്കസ് കാണിക്കുന്നില്ല എന്നുള്ളത് ഈ പടത്തിൽ നിന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നെ ക്ലിയർ ആവണം. Now, the next lemniscus is spinal lemniscus. ഈ സ്പൈനൽ ലെംനിസ്കസ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡിലെ ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റിന്റെ ബ്രെയിൻ സ്റ്റെമിലേക്ക് വരുമ്പോൾ ഉള്ള കണ്ടിന്യൂവേഷൻ ആണ്. ഇപ്പോൾ ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ട് നമുക്കറിയാം, അത് ക്യാരി ചെയ്യുന്ന സെൻസേഷൻ മെയിൻലി പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ആണ്. ഈ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ബ്രെയിൻ സ്റ്റെമിലൂടെ ക്യാരി ചെയ്ത് പോകുമ്പോൾ നമ്മൾ അതിനെ വേറൊരു പേരിട്ട് വിളിക്കുന്നു, ദാറ്റ് ഈസ് സ്പൈനൽ ലെംനിസ്കസ്. പിന്നെ L stands for the lateral lemniscus. എന്താണ് ഈ ലാറ്ററൽ ലെംനിസ്കസ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഓഡിറ്ററി സിസ്റ്റം. അപ്പോൾ ഇന്റേണൽ ഇയറിൽ നിന്ന് ഓർഗൻ ഓഫ് കോർട്ടിയിൽ നിന്ന് സെൻസേഷൻ റിസീവ് ചെയ്ത് വരുന്ന ഓഡിറ്ററി ഇൻഫർമേഷൻ കോക്ലിയർ ന്യൂക്ലിയസിൽ നിന്നും അതുപോലെ സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസിലൊക്കെ എത്തുന്നു. അതിനുശേഷം they will be crossing to the opposite side. Some fibers will be ascending on the ipsilateral side. കുറച്ച് contralateral സൈഡിലേക്ക് പോകും, കുറച്ച് ipsilateral സൈഡിൽ തന്നെ അസെൻഡ് ചെയ്യും, whatever it is.
അങ്ങനെ കോക്ലിയർ ന്യൂക്ലിയസിൽ നിന്നും അതുപോലെ സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസിൽ നിന്നും മുകളിലേക്ക് അസെൻഡ് ചെയ്യുന്ന ക്രേനിയലി അസെൻഡ് ചെയ്യുന്ന ഓഡിറ്ററി പാത്വേയിലെ ഫൈബേഴ്സ് ആണ് എന്ത്? ലാറ്ററൽ ലെംനിസ്കസ്. അപ്പോൾ മിഡ് ബ്രെയിനിൽ നമുക്കറിയാം ഇത് മിഡ് ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ മിഡ് ബ്രെയിനിന്റെ പുറകിൽ 2 എലിവേഷൻസ് ഉണ്ട്. സുപ്പീരിയറിൽ 2 എലിവേഷൻ ഉണ്ട്, ഇൻഫീരിയറിൽ 2 എലിവേഷൻ ഉണ്ട്. എലിവേഷൻസിനാണ് കോളിക്കുലസ് എന്ന് പറയുക. അതിൽ ഇൻഫീരിയർ കോളിക്കുലസ് ആണ് ഓഡിറ്ററി പാത്വേയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുക. സോ ലാറ്ററൽ ലെംനിസ്കസ് മുകളിലേക്ക് അസെൻഡ് ചെയ്ത് വന്ന് they will be terminating in the inferior colliculus. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മിഡ് ബ്രെയിനിന്റെ സെക്ഷൻ എടുക്കുമ്പോൾ അറ്റ് ദ ലെവൽ ഓഫ് ഇൻഫീരിയർ കോളിക്കുലസിന്റെ സെക്ഷൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ we may be able to see the lateral lemniscus which is entering into the inferior colliculus. പക്ഷെ അറ്റ് ദ ലെവൽ ഓഫ് സുപ്പീരിയർ കോളിക്കുലസിന്റെ സെക്ഷൻ എടുക്കുമ്പോൾ we might not be finding this lateral lemniscus. അപ്പോൾ അത് എന്തുകൊണ്ട് ലാറ്ററൽ ലെംനിസ്കസ് വന്നില്ല എന്നുള്ളത് കൃത്യമായിരിക്കണം. അപ്പോൾ ഒന്നിവിടെ നിന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് പോലെ 3 പാർട്ടുണ്ട്: മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മിഡില. അതിൽ മിഡ് ബ്രെയിനിൽ അപ്പർ പാർട്ടിൽ സെക്ഷൻ എടുത്താൽ നമ്മൾ ലാറ്ററൽ ലെംനിസ്കസിനെ കാണില്ല. മിഡ് ബ്രെയിനിന്റെ ലോവർ പാർട്ടിൽ സെക്ഷൻ എടുത്താൽ ലാറ്ററൽ ലെംനിസ്കസിന് ഇൻഫീരിയർ കോളിക്കുലസിലേക്ക് വന്ന് എൻ്റർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പോൺസിന്റെ അപ്പർ പാർട്ടിൽ സെക്ഷൻ എടുത്താൽ ഇതിൽ മിഡ് ബ്രെയിനിൽ ബാക്കി എല്ലാ ലെംനിസ്കസും ഉണ്ടെന്ന് ഓർത്തോണം. മീഡിയൽ, ട്രൈജുവനൽ, സ്പൈനൽ ലെംനിസ്കസ് ആർ ദേർ, ലെംനിസ്കൈ ആർ ദേർ. പോൺസിന്റെ അപ്പർ പാർട്ടിൽ സെക്ഷൻ എടുത്താൽ ഈ 4 ലെംനിസ്കസും കാണാൻ സാധിക്കും. പോൺസിന്റെ ലോവർ പാർട്ടിൽ സെക്ഷൻ എടുത്താലും മെയിൻ ആയിട്ട് ഈ 4 ലെംനിസ്കസും കാണാൻ സാധിക്കും. മിഡിലയുടെ അപ്പർ പാർട്ട്, മിഡിൽ ആൻഡ് ലോവർ സെക്ഷൻസ്, ഇതിൽ ട്രാക്റ്റിന്റെ വേരിയേഷൻ പൊസിഷൻ എല്ലാം കുറച്ച് വേരിയബിൾ ആയിരിക്കും. അത് നമ്മൾ ആ കറസ്പോണ്ടിങ് സെക്ഷനിൽ ഡീൽ ചെയ്യും. Now we can start drawing the first section, that is section of midbrain at the level of superior colliculus. ഇവിടെ കാണുന്നതാണ് മിഡ്ബ്രെയിനിന്റെ ഔട്ട്ലൈൻ. ഇത് സെക്ഷൻ ഓഫ് മിഡ്ബ്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് ഇൻഫീരിയർ കോളിക്കുലസ് വരയ്ക്കുമ്പോഴും സെയിം ഔട്ട്ലൈൻ തന്നെ ആയിരിക്കും. ഈ ഔട്ട്ലൈൻ വളരെ പെക്യുലർ ആയിട്ട് വരച്ച് പഠിക്കണം. ഇനി നമ്മളിവിടെ കുറച്ച് സ്ട്രക്ചേഴ്സ് ആദ്യം തന്നെ ഡിനോട്ട് ചെയ്യുന്നു. So we have the cerebral aqueduct located over here, and we will be having a structure located in the anteriormost part. ആ സ്ട്രക്ചർ ആണ് substantia nigra. Substantia nigra. ഞാനിപ്പോൾ ഒന്നും ലേബിൾ ചെയ്യുന്നില്ല. So this structure is present on both sides, which is known as substantia nigra. ഇത് ബ്രെയിനിലെ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻ ആണ്. സബ്സ്റ്റാൻഷ്യ നൈഗ്ര വരച്ചു കഴിയുമ്പോഴത്തേക്ക് we can divide this midbrain section into different parts. അതിൽ നമ്മളൊരു സെറിബ്രൽ അക്വഡക്റ്റിന്റെ ലെവലിൽ നമ്മളൊരു ഏരിയ വെക്കുന്നു. സബ്സ്റ്റാൻഷ്യ നൈഗ്ര തുടങ്ങുന്ന ലെവലിൽ നമ്മളൊരു ഏരിയ ഫിക്സ് ചെയ്താൽ സെറിബ്രൽ അക്വഡക്റ്റിന് പുറകിലേക്കുള്ള മിഡ് ബ്രെയിനിന്റെ ഏരിയയെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ടെക്ടം. ടെക്ടം. അക്വഡക്റ്റിന്റെ മുൻപിൽ വെൻട്രലി ബട്ട് ഡോർസൽ ടു ദ ലെവൽ ഓഫ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര we call it as ടെഗ്മെന്റം. സബ്സ്റ്റാൻഷ്യ നൈഗ്രയുടെ മുൻപിലുള്ള പാർട്ട്, ഈ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ക്രസ് സെറിബ്രൈ. ആൻഡ് ദിസ് ടെഗ്മെന്റം ആൻഡ് ക്രസ് സെറിബ്രൈ, നമുക്ക് വേറെ രീതിയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ അക്വഡക്റ്റിന്റെ മുൻപിലുള്ള മൊത്തം പോർഷനെ ചേർത്ത് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെറിബ്രൽ പിഡങ്കിൾ. സെറിബ്രൽ പിഡങ്കിൾ. അപ്പൊ ഇതായിരിക്കും ബേസിക് ഡിവിഷൻ ഓഫ് ദ മിഡ് ബ്രെയിൻ.
അപ്പോൾ ഈ ഒരു ഓറിയന്റേഷൻ കൃത്യമായിരിക്കണം. അക്വഡക്റ്റിന്റെ പുറകിൽ, അക്വഡക്റ്റിന്റെ മുൻപിൽ. ആ മുൻപിലുള്ളതിനെ വീട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ടെഗ്മെന്റുമായിട്ടും ക്രസ് സെറിബ്രേ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ടെക്റ്റത്തിലുള്ള സ്ട്രക്ചർ, ഇവിടെ ഏറ്റവും പുറകിലായിട്ട് നമ്മൾ സെക്ഷൻ പറയുന്നത് പോലെ തന്നെ ദിസ് ഈസ് എ സെക്ഷൻ അറ്റ് ദ ലെവൽ ഓഫ് superior colliculus. So we will be drawing the superior colliculus in the tectum first. ഏറ്റവും പോസ്റ്റീരിയർ ആയിട്ട് എലിവേഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും superior colliculus ലൊക്കേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മൾ superior colliculus കാണിച്ചു കഴിഞ്ഞു. Now, എന്താണ് superior colliculus? It is a part which has importance in the visual reflexes. വിഷ്വൽ പാത്വേയിലല്ല, വിഷ്വൽ റിഫ്ലക്സസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻ ആണ് സുപ്പീരിയർ കോളിക്കുലസ്. ഇനി ക്രസ് സെറിബ്രയുടെ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്താൽ, വിത്തിൻ ദ ക്രസ് സെറിബ്രൈ we can divide them into 3 parts, and that 3 parts include medial 1/6, lateral 1/6, and in the middle we have 2/3 portion will be included. അപ്പോൾ നമുക്കറിയാം പിരമിഡൽ ട്രാക്ട് വഴി പാസ് ചെയ്യുന്നത് 3 ടൈപ്പിലുള്ള ഫൈബർ ആണ്. കോർട്ടിക്കോ പോണ്ടൈൻ ഫൈബർ, അത് സെർബ്രത്തിൽ നിന്നിറങ്ങി പോൺസിൽ ന്യൂക്ലിയസിൽ അവസാനിക്കുന്നു, പോണ്ടൈൻ ന്യൂക്ലിയസിൽ അവസാനിക്കുന്നു. പിന്നുള്ളത് കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബർ, അത് കോർട്ടക്സിൽ നിന്നിറങ്ങി, സെർബ്രൽ കോർട്ടക്സിൽ നിന്നിറങ്ങി ബ്രെയിൻസ്റ്റമിലുള്ള മൾട്ടിപ്പിൾ ക്രേനിയൽ നെർവ് ന്യൂക്ലിയസിൽ അവസാനിക്കുന്നു. പിന്നീട് കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സ്, അത് സെറിബ്രൽ കോർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്പൈനൽ കോഡിലുള്ള ആന്റീരിയർ ഗ്രേ ഹോണിലുള്ള ന്യൂക്ലിയസിലേക്ക് എത്തുന്നു. അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് ഫൈബർ ഈ ക്രസ് സെറിബ്രയിൽ ഒരു വളരെ പെക്യുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കോർട്ടിക്കോ പോണ്ടൈനെ നമ്മൾ 4 സെറിബ്രൽ കോർട്ടക്സിന്റെ ലോബിൽ നിന്ന് വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ, ഫ്രോണ്ടൽ ലോബിൽ നിന്നുണ്ടാവാം, പരേറ്റൽ ലോബിൽ നിന്ന് വരാം, ഒക്സിപിറ്റൽ ലോബിൽ നിന്ന് വരാം, ടെമ്പറൽ ലോബിൽ നിന്ന് വരാം. ഫ്രോണ്ടൽ ലോബിൽ നിന്നുള്ളതിനെ ഫ്രോണ്ടോ പോണ്ടൈൻ ഫൈബർ എന്ന് പറയാം, പരേറ്റൽ ലോബിൽ നിന്നുള്ളതിനെ പരേറ്റോ പോണ്ടൈൻ ഫൈബർ എന്ന് പറയാം, ടെമ്പറൽ ലോബോ ഒക്സിപിറ്റൽ ലോബോ അവിടെ നിന്ന് വരുന്നതിനെ ടെമ്പറോ പോണ്ടൈൻ എന്നും പരേറ്റോ പോണ്ടൈൻ എന്നും പിരിക്കാം. അതായത് കോർട്ടിക്കോ പോണ്ടൈൻ ഫൈബേഴ്സിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നു. അതിൽ frontopontine fibers will be passing through the medial 1/6 of the crus cerebri. Temporopontine, occipitopontine and paretopontine fibers will be passing through the lateral 1/6 of the crus cerebri. Corticonuclear fibers and corticospinal fibers will be passing through the middle 2/3 of the crus cerebri. അപ്പോൾ ക്രസ് സെറിബ്രയിലൂടെ മൊത്തം പാസ് ചെയ്യുന്നത് പിരമിഡൽ ട്രാക്ട് തന്നെയാണ്. പക്ഷെ ആ പാസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഫൈബേഴ്സ് വളരെ കൃത്യമായിട്ട് അടുക്കിയാണ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇത്രയും ആയപ്പോഴത്തേക്ക് we have finished the tectum, we have finished the crus cerebri. നമുക്കിനി ബാക്കിയുള്ളത് ടെഗ്മെന്റത്തിലുള്ള സ്ട്രക്ചേഴ്സ് പ്രോപ്പറായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 4 ലെംനിസ്കസ് ആണുള്ളത്, മീഡിയൽ ടു ലാറ്ററൽ. അതിൽ ലാറ്ററൽ ലെംനിസ്കസ് ഇൻഫീരിയർ കോളിക്കുലസിന്റെ ലെവലിൽ തന്നെ അവസാനിക്കും. ദിസ് ഈസ് എ സെക്ഷൻ അറ്റ് ദ ലെവൽ ഓഫ് സുപ്പീരിയർ കോളിക്കുലസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ we can see one lemniscus medially, another lemniscus in the middle, and one lemniscus in the posteriormost part or lateralmost part. Medially ഒരെണ്ണം, നടുക്കൊരെണ്ണം, lateralmost ആയിട്ട് ലാസ്റ്റ് വൺ. മീഡിയലി ഉള്ളതാണ് എന്ത്? മീഡിയൽ ലെംനിസ്കസ്. നടുക്കുള്ളത് ട്രൈജമിനൽ ലെംനിസ്കസ്. ഏറ്റവും പുറകിലുള്ളതാണ് സ്പൈനൽ ലെംനിസ്കസ്. സോ ദിസ് ഈസ് ദ ഓർഡർ. അതുകൊണ്ടാണ് നമ്മൾ
മീഡിയൽ ടു ലാറ്ററൽ. അത് മീഡിയൽ ടു ലാറ്ററൽ ടിപ്പിക്കലായിട്ട് വരുന്നത് പോൺസിലാണ്. അത് മിഡ്ബ്രെയിനിലേക്ക് വരുമ്പോൾ അതിന്റെ ഓറിയന്റേഷൻ കുറച്ച് മാറും, വെൻട്രൽ ടു ഡോർസലൊക്കെ ആവും. പക്ഷെ എങ്കിലും ഓർക്കാൻ എളുപ്പത്തിന് മീഡിയൽ ടു ലാറ്ററൽ തന്നെ ഓർത്തിരിക്കുക, MTSL. അതിൽ എല്ല് മാത്രം, അതായത് ലാറ്ററൽ ലെമനസ്കസ് മാത്രം ഇൻഫീരിയർ കോളിക്കുലസിന്റെ ലെവലിൽ എൻഡ് ചെയ്യുന്നത് കൊണ്ട് സുപ്പീരിയർ കോളിക്കുലസിന്റെ സെക്ഷൻ വരയ്ക്കുമ്പോൾ മീഡിയൽ ലെമനസ്കസ്, ട്രൈജെമിനൽ ആൻഡ് സ്പൈനൽ ലെമനസ്കസ് മാത്രം കാണിച്ചാൽ മതിയാവും. നൗ വളരെ പെക്യുലർ ആയിട്ട് ഈ സെക്ഷനിൽ, സുപ്പീരിയർ കോളിക്കുലസിന്റെ സെക്ഷനിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് ദ റെഡ് ന്യൂക്ലിയസ്. ഇവിടെ കാണുന്ന ഈ സ്ട്രക്ചർ ആണ് റെഡ് ന്യൂക്ലിയസ്. റെഡ് ന്യൂക്ലിയസ് നമ്മൾ എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് ഒക്കെ പഠിച്ചിരിപ്പോൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. റൂബ്രോസ്പൈനൽ ട്രാക്ട് വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം ദ റെഡ് ന്യൂക്ലിയസ് എന്നൊക്കെ പഠിക്കും. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് കാണാം. എനിവേ, റെഡ് ന്യൂക്ലിയസ് ഈസ് എ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഇൻ ദ എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റം. എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റത്തിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് റൂബ്രോസ്പൈനൽ ന്യൂക്ലിയസ്. നമ്മൾ മീഡിയൽ ടു ലാറ്ററൽ ഒരു ഓർഡർ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റീരിയർ ടു ആന്റീരിയർ അല്ലെങ്കിൽ ഡോഴ്സൽ ടു വെൻട്രൽ ഒരു ഓർഡർ ഉണ്ട് സ്ട്രക്ചേഴ്സിന്. അത് നമ്മളൊരു ഏകദേശം മിഡ്ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മെഡില്ലയുടെ അപ്പർ സെക്ഷൻസ് വരെ ആ ഓർഡർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓർഡർ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഓരോ സെക്ഷനിലും അത് അതുപോലെ വരച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ അതിൽ പോസ്റ്റീരിയർ മോസ്റ്റ് സ്ട്രക്ചർ ആണ് MLF, ദാറ്റ് ഈസ് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫസിക്കുലസ്. ഇതൊരു ഹെവിലി മൈലിനേറ്റഡ് ട്രാക്ട് ആണ്. And this fasciculus will be connecting between 3, 4, 6, അതായത് എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവുകളും പിന്നെ വെസ്റ്റിബുലാർ പാർട്ട് ഓഫ് ദ വെസ്റ്റിബുലാർ കോക്ലിയർ നെർവ് അതുമായിട്ട് കണക്ട് ചെയ്യും. ചില ഫൈബേഴ്സ് സ്പൈനൽ ആക്സസറിയുമായിട്ടും കണക്ട് ചെയ്യാറുണ്ട്. ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഹെഡിന്റെ പൊസിഷനെ കൺട്രോൾ ചെയ്യുന്നതിനകത്ത് MLFന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ഹെഡിന്റെ പൊസിഷൻ മാത്രമല്ല, വെസ്റ്റിബുലർ ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധം കൊണ്ട് ട്രങ്കിന്റെ, ബോഡിയുടെ പൊസിഷനും ഹെഡിന്റെ പൊസിഷനും, ഹെഡ് ആൻഡ് നെക്ക് റീജിയന്റെ പൊസിഷനും തമ്മിലുള്ള കോറിലേഷനും MLF തന്നെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. MLFന് മുൻപിലുള്ള ട്രാക്ട് ആയിരിക്കും എന്ത്? ടെക്ടോസ്പൈനൽ ട്രാക്ട്. ടെക്ടോസ്പൈനൽ ട്രാക്ട് നമുക്കിപ്പോൾ അറിയാം. ടെക്ടോ എന്ന് പറഞ്ഞാൽ മിഡ്ബ്രെയിനിന്റെ സെർബ്രൽ അക്വഡക്റ്റിന് ഡോർസലായിട്ടുള്ള പോർഷനാണ് ടെക്ടം. പക്ഷേ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ ടെക്ടം എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ കോളിക്കുലസ് ആണ് ഉദ്ദേശിക്കുക. സെക്ഷൻ ഓഫ് മിഡ്ബ്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് ഇൻഫീരിയർ കോളിക്കുലസിലും സെർബ്രൽ അക്വഡക്റ്റിന് പുറകിലുള്ള റീജിയനെ ടെക്ടം എന്ന് തന്നെയാണ് വിളിക്കുക. പക്ഷേ ടെക്ടം എന്നുള്ള വാക്ക് വെറുതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, യൂസ് ചെയ്യുവാണെങ്കിൽ, that means superior colliculus. So tectospinal tract will be starting from the superior colliculus. Next one will be the rubrospinal tract. Rubrospinal tract നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. റെഡ് ന്യൂക്ലിയസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാക്ട് ആണ് rubrospinal tract. It is a part of the extra pyramidal system. അപ്പോൾ ഈ മൂന്നെണ്ണം ഓർഡറിലായിരിക്കും. ഇവിടുന്ന് posterior to anterior. This is the order: MLF, tectospinal and rubrospinal tracts. അപ്പോൾ ഈ മിഡ്ബ്രെയിനിന്റെ അപ്പർ സെക്ഷൻ, സുപ്പീരിയർ കോളിക്കുലസിന്റെ ലെവലിലുള്ള സെക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെക്ഷനിലാണ്, അതായത് ടെക്ടോസ്പൈനലും റൂബ്രോസ്പൈനലും ക്രോസ് ചെയ്യും. ദേ ആർ ക്രോസിംഗ് ട്രാക്ട്സ്. അപ്പോൾ ഈ സെക്ഷനിലാണ് ഇതിന്റെ ക്രോസിംഗ് നടക്കുക. അപ്പോൾ റൂബ്രോസ്പൈനൽ റെഡ് ന്യൂക്ലിയസിൽ നിന്ന് ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡിലെ റെഡ് ന്യൂക്ലിയസിൽ നിന്ന് ഇറങ്ങി ഫൈബേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു. ഇങ്ങനെ ക്രോസിംഗ് നടക്കുന്നതുകൊണ്ട് ഒരു എക്സ് ലൈക്ക് ഫോർമേഷൻ ഉണ്ടാവും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡെക്കുസേഷൻ. ഡെക്കുസേഷൻ, ക്രോസിംഗ് ഓഫ് ഫൈബേഴ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ഡെക്കുസേഷൻ. അപ്പൊ ഇത് എവിടെയാണ് നടക്കുക? ഇറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ ടെഗ്മെന്റം. എന്താണ് ടെഗ്മെന്റം? സെർബ്രൽ അക്വഡക്റ്റിനും സബ്സ്റ്റാൻഷ്യ നൈഗ്രയുടെ ഇടയിലുള്ള സ്പേസ് ആണ് ടെഗ്മെന്റം. ടെഗ്മെന്റത്തിന്റെ വെൻട്രൽ പാർട്ടിലാണ് ഈ ഡെക്കുസേഷൻ നടക്കുക. നമ്മൾ റെഡ് ന്യൂക്ലിയസ് ഓൾറെഡി വരച്ചു കഴിഞ്ഞതായതുകൊണ്ട് നമുക്ക് എളുപ്പമായിരിക്കും. ആൻഡ് ദിസ് ക്രോസിംഗ് വിൽ ബി ഒക്കറിംഗ് ഇൻ ദിസ് ഏരിയ.
സോ നമ്മൾ അതുകൊണ്ട് ഈ ക്രോസിങ്ങിനെ വിളിക്കുന്ന പേരാണ് വെൻട്രൽ ടെഗ്മെന്റൽ ഡെക്കുസേഷൻ. വെൻട്രൽ ടെഗ്മെന്റൽ ഡെക്കുസേഷൻ. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചത്? മിഡ് ബ്രെയിനിന്റെ അപ്പർ സെക്ഷനിൽ കുറച്ച് ഫൈബർ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി, ബാക്കി അപ്പുറത്തെ സൈഡിലെ ഫൈബർ ഇപ്പുറത്തോട്ട് വന്നു. ഇനി ഇത് താഴേക്ക് ഡിസെൻഡ് ചെയ്യുവാണ്, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഡിസെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇനി താഴോട്ടുള്ള ഏത് സെക്ഷൻ എടുത്താലും, ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കിയാലും, വി വിൽ ബി സീയിങ് ഓൺലി ദീസ് ട്രാക്ട്സ്. ഇപ്പൊ ഡെക്കുസേഷൻ കണ്ട സ്ഥാനത്ത് ഇനി താഴോട്ടുള്ള എല്ലാ സെക്ഷനിലും ഈ ട്രാക്റ്റുകളായിരിക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണുക. ഇപ്പൊ വെൻട്രൽ ടെഗ്മെന്റൽ ഡെക്കുസേഷൻ കണ്ട സ്ഥാനത്ത് താഴത്തെ സെക്ഷനിൽ കാണാൻ പോകുന്നത് റൂബ്രോസ്പൈനൽ ട്രാക്ട് ആയിരിക്കും. സിമിലർലി സുപ്പീരിയർ കോളിക്കുലസിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ടെക്ടോസ്പൈനൽ ട്രാക്റ്റും ഇതുപോലെ തന്നെ ക്രോസിംഗ് നടക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങി ക്രോസ് ചെയ്യുന്നു. And they will be forming another decussation, and that decussation will be known as dorsal tegmental decussation. Ventral tegmental decussation ഉം dorsal tegmental decussation ഉം നമ്മൾ റൂബ്രോസ്പൈനലിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഡോർസൽ ടെഗ്മെന്റൽ ഡെക്കുസേഷനും ഇനി താഴോട്ട് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ താഴത്തെ ഓരോ സെക്ഷനിലും നമ്മൾ കാണുമ്പോൾ we will be seeing only the tectospinal tracts. അപ്പൊ നമ്മുടെ ഓർഡർ എന്തായിരുന്നു? MLF, ടെക്ടോസ്പൈനൽ, റൂബ്രോസ്പൈനൽ ആയിരുന്നു. അപ്പൊ നാച്ചുറലി റൂബ്രോസ്പൈനലിന്റെയും ടെക്ടോസ്പൈനലിന്റെയും കിടക്കേണ്ട സ്ഥാനത്ത് ഡെക്കുസേഷൻ കണ്ടെങ്കിൽ അതിന് പുറകിലായിട്ടുള്ള റീജിയനിൽ, അതിന്റെ ഡോർസലായിട്ടുള്ള റീജിയനിൽ എന്തും കാണും. we can identify this medial longitudinal fasciculus, right and left median longitudinal fasciculus. ഇത്രയായി കഴിയുമ്പോൾ we have completed almost majority of the structures present in the section. നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യണം? We have to focus on the cranial nerves that is present in this particular layer. അപ്പോൾ ഞാൻ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് I will be using this particular color for the cranial nerves, cranial neurons. ഈ ലെവലിലുള്ള cranial nerve-ന്റെ ന്യൂക്ലിയസ് that will be oculomotor nucleus, right and left oculomotor nucleus. അത് എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്യുക? സെറിബ്രൽ അക്വഡക്റ്റിന് ചുറ്റുമായിട്ട് ഒരു ഗ്രേ മാറ്ററിന്റെ കളക്ഷൻ ഉണ്ട്. ആ ഗ്രേ മാറ്റർ കളക്ഷന്റെ ആന്റിയർ മോസ്റ്റ് പാർട്ടിലായിരിക്കും ഈ പറയുന്ന ഓക്കുലോമോട്ടോർ ന്യൂക്ലിയസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ തൊട്ട് പോസ്റ്ററലായിട്ട് തന്നെ we may be able to identify the other nuclear group which is related to the oculomotor nerve. അതാണ് എഡിഞ്ചർ-വെസ്റ്റ്ഫാൽ ന്യൂക്ലിയസ്. എഡിഞ്ചർ-വെസ്റ്റ്ഫാൽ ന്യൂക്ലിയസ്. ഇപ്പൊ മൂന്നാമത്തെ നെർവായി. അതിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഓക്കുലോമോട്ടർ നെർവ് മുൻപിലേക്ക് പാസ് ചെയ്ത് ന്യൂക്ലിയസിലൂടെ വന്ന് മീഡിയലി പാസ് ചെയ്ത് ഇറ്റ് വിൽ ബി കമ്മിങ് ഔട്ട് ഓഫ് ദ മിഡ് ബ്രെയിൻ വെൻട്രലി, and that is coming out of the midbrain will be point of emergence will be medial to the crus cerebri. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ക്രസ് സെറിബ്രയുടെ മീഡിയൽ ആയിട്ടാണ് നെർവിന്റെ പോയിന്റ് ഓഫ് എമർജൻസ്. മൂന്നാമത്തെ നെർവ് കഴിഞ്ഞു. ഇനി വേറെ എന്ത് നെർവ് ആണ് ഈ സെക്ഷനിൽ നമുക്ക് കാണേണ്ടത്? we have to see the mesencephalic nucleus of the trigeminal nerve. അപ്പോൾ നമ്മൾ ട്രൈജമിനൽ നെർവ് മെയിൻ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പർ പോൺസിലാണെങ്കിലും അപ്പർ പോൺസിലുള്ള ഒരു ന്യൂക്ലിയസിനാണ് നമ്മൾ മീസെൻസെഫാലിക് ന്യൂക്ലിയസ് എന്ന് പറയുക. മീസെൻസെഫലോൺ എന്ന് പറഞ്ഞാൽ മിഡ് ബ്രെയിൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മീസെൻസെഫലോൺ ഡെവലപ്പ് ചെയ്തുണ്ടാവുന്നതാണ് മിഡ് ബ്രെയിൻ. അപ്പോൾ അപ്പർ പോൺസിൽ നിന്ന് മിഡ് ബ്രെയിൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ് മീസെൻസെഫാലിക് ന്യൂക്ലിയസ്. അപ്പോൾ ആ മീസെൻസെഫാലിക് ന്യൂക്ലിയസ് നമ്മൾ തേർഡ് നെർവ് ന്യൂക്ലിയസിന്റെ ഓക്കുലോമോട്ടർ ന്യൂക്ലിയസിന്റെയും ഫർദർ പോസ്റ്ററലായിട്ട് കാണിക്കുന്നു. ലാസ്റ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്ടം ഈ ലെവലിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയസ് ആണിത്. ദിസ് പർട്ടിക്കുലർ ന്യൂക്ലിയസ് വിൽ ബി ദ പ്രീടെക്ടൽ ന്യൂക്ലിയസ്. പ്രീടെക്ടൽ ന്യൂക്ലിയസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് ലൈറ്റ് റിഫ്ലെക്സ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലൈറ്റ് റിഫ്ലെക്സിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്ന ന്യൂക്ലിയസ് ആണ് പ്രീടെക്ടൽ ന്യൂക്ലിയസ്. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഡയഗ്രാം കംപ്ലീറ്റഡ് ആയി. ഫോർ കംപ്ലീഷൻ സേക്ക് we have to show the
reticular formation of brainstem. ഏറ്റവും അവസാനം മണ്ഡലത്തിലായിട്ട് we have to show the reticular formation also. ഇത്രയാകുമ്പോഴത്തേക്ക് section of midbrain at the level of superior colliculus will be completed. Next, we will see about the section of midbrain at the level of inferior colliculus. Superior colliculus level section നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷൻ വളരെ എളുപ്പമായിരിക്കും. കാരണം വളരെ ചെറിയ മൈനർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ ഈസ് സിമിലർ ടു ദ സുപ്പീരിയർ കോളിക്കുലസ് സെക്ഷൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ പോലെ തന്നെ പുറകിൽ സെർബ്രൽ അക്വഡക്റ്റ് കാണിക്കുന്നു. ആൻറ്റീരിയർലി വെൻട്രലി നമ്മൾ കാണിക്കുന്ന സ്ട്രക്ചർ ദിസ് വിൽ ബി ദ സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഓക്കെ, ഡിവിഷൻ എല്ലാം മുൻപത്തേതുപോലെ തന്നെയാണ്. സെർബ്രൽ അക്വഡക്റ്റിന് പുറകിൽ ടെക്ടം, അക്വഡക്റ്റിനും സബ്സ്റ്റാൻഷ്യ നൈഗ്രയ്ക്കും ഇടയിൽ ടെഗ്മെന്റം, നൈഗ്രയുടെ മുൻപിലായിട്ട് ക്രസ് സെർബ്രയിലെ ഡിവിഷൻസ് എല്ലാം സുപ്പീരിയർ കോളിക്കുലസിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ്. മീഡിയൽ 1/6, ലാറ്ററൽ 1/6, മിഡിൽ 2/3, മീഡിയൽ 1/6 ഫ്രോണ്ടോപോണ്ടൈൻ, ലാറ്ററൽ 1/6 ടെമ്പറോപോണ്ടൈൻ, പരേറ്റോപോണ്ടൈൻ, ഒക്സിപിറ്റോപോണ്ടൈൻ ഫൈബേഴ്സ്, മിഡിൽ 2/3 കോർട്ടിക്കോ ന്യൂക്ലിയറും കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സും ഉണ്ടാവും. ഇനി ഏറ്റവും പുറകില് ടെക്ടൽ റീജിയനിൽ കാണുന്ന പുറകിലേക്ക് എലിവേഷൻ ഉണ്ടാക്കുന്ന റീജിയൻ, ദാറ്റ് ഈസ് ദ ഇൻഫീരിയർ കോളിക്കുലസ്. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ സ്ട്രക്ചറലി ടെക്ടത്തിൽ തന്നെയാണ് ഇൻഫീരിയർ കോളിക്കുലസ് എങ്കിലും നമ്മൾ റാൻഡം ആയിട്ട് വെറുതെ ടെക്ടം എന്ന് മാത്രം പറയുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ സുപ്പീരിയർ കോളിക്കുലസ്. ശരി, ഇതിനുശേഷം നമ്മൾ 4 ലെംനിസ്കസ് വരച്ച് കാണിക്കുന്നു. മീഡിയൽ ടു ലാറ്ററൽ, മോസ്റ്റ് മീഡിയൽ 1, ഈ കാണുന്ന ലെംനിസ്കസ് ആയിരിക്കും എന്ത്, മീഡിയൽ ലെംനിസ്കസ്. അതിന് തൊട്ട് ലാറ്ററലായിട്ട് ട്രൈജെമിനൽ ലെംനിസ്കസ്, അതിന്റെ ലാറ്ററലായിട്ട് സ്പൈനൽ ലെംനിസ്കസ്. ലാസ്റ്റ് വൺ വിൽ ബി lateral lemniscus. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, lateral lemniscus will be entering into the inferior colliculus. അത് നമ്മളിവിടെ സെക്ഷനിൽ കാണിക്കുന്നു. സോ രണ്ട് സൈഡിലും ലെംനിസ്കസിന്റെ പൊസിഷൻ കൃത്യമായിട്ട് കാണിക്കുക. മീഡിയൽ ലെംനിസ്കസ്, ട്രൈജെമിനൽ ലെംനിസ്കസ്, സ്പൈനൽ ലെംനിസ്കസ്, and here will be the lateral lemniscus. ഇനി posterior to anterior സ്ട്രക്ചേഴ്സിന്റെ ഓർഡർ ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്ന MLF, tectospinal and rubrospinal. So most posteriorly we will have medial longitudinal fasciculus. അതിന് തൊട്ട് മുൻപിലായിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് rubrospinal tract. ഏറ്റവും വെൻട്രലി ആയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമ്മുടെ MLFന്റെ തൊട്ട് മുമ്പിൽ ടെക്ടോസ്പൈനൽ ട്രാക്ട്, ഏറ്റവും മുൻപിലായിട്ട് റൂബ്രോസ്പൈനൽ ട്രാക്ട്. This will be MLF, this is tectospinal tract, and this is the rubrospinal tract. ഇവിടെ റെഡ് ന്യൂക്ലിയസ്, മുമ്പത്തെ സെക്ഷനിൽ റെഡ് ന്യൂക്ലിയസ് ഇരുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു ഫൈബർ ഡെക്കുസേഷൻ ആയിരിക്കും ഉണ്ടാവുക. And the decussating fiber over this area, this level, will be the superior cerebellar peduncle. Superior cerebellar peduncle fiber decussation ആണ് നമ്മൾ ഈ സെക്ഷനിൽ കാണുന്നത്. ഇപ്പോൾ നാച്ചുറലി നമ്മൾ ലെംനിസ്കസ് വരച്ചു, ഡിസെൻഡിങ് ട്രാക്ട്സ് വരച്ചു. ഇനി ബാക്കിയുള്ളത് എന്താണ്, ക്രേനിയൽ നെർവ് ന്യൂക്ലിയസ് ആണ്. ഈ ലെവലിൽ കാണുന്ന ക്രേനിയൽ നെർവ് ന്യൂക്ലിയസ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ സെക്ഷൻ വരച്ചതുപോലെ തന്നെ സെർബ്രൽ അക്വഡക്റ്റിന് ചുറ്റും ഒരു ഗ്രേ മാറ്ററിന്റെ കളക്ഷൻ ഉണ്ടാവും. അതിന്റെ ആന്റിയർ മോസ്റ്റ് പാർട്ടിലാണ് ഈ ലെവലിലുള്ള ക്രേനിയലിന്റെ ന്യൂക്ലിയസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുക. ആൻഡ് ദാറ്റ് ന്യൂക്ലിയസ് വിൽ ബി ദ ട്രോക്ലിയർ ന്യൂക്ലിയസ്. ട്രോക്ലിയർ ന്യൂക്ലിയസിൽ നിന്ന് ഇറങ്ങുന്ന നെർവ്, ദാറ്റ് ഈസ് ദ ട്രോക്ലിയർ നെർവ്, വളരെ പെക്യുലർ ആണ്. ദാറ്റ് ഈസ് പാസിംഗ് ഡോഴ്സലി ആൻഡ് ദാറ്റ് ഈസ് എമർജിംഗ് ഡോഴ്സലി ആഫ്റ്റർ ക്രോസിംഗ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ തൊട്ടിപ്പുറത്തെ സൈഡിലുള്ളതും
ക്രോസ് ചെയ്ത് ഡോഴ്സലി എമർജ് ചെയ്താണ് വരിക. അപ്പോൾ ഇത് മുൻപിലേക്ക് വരുമ്പോഴാണ് that is present on the lateral aspect of the crus cerebri. സെറിബ്രൽ പെഡങ്കിൾ, നമ്മൾ ഇന്റർപെഡങ്കുലർ ഫോസ ഒക്കെ കാണുമ്പോൾ സെറിബ്രൽ പെഡങ്കിളിന്റെ മീഡിയലായിട്ടാണ് ഒക്കുലോമോട്ടർ നെർവും ലാറ്ററലായിട്ടാണ് ട്രോക്കുലർ നെർവും കാണുക. ദിസ് ഈസ് ദ റീസൺ. അപ്പോൾ ട്രോക്കുലർ നെർവ് മാത്രമാണ് മൊത്തം ബ്രെയിൻ സ്റ്റെമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്രേനിയൽ നെർവ്സിൽ ഡോഴ്സലി എമർജ് ചെയ്യുന്ന നെർവ്. പിന്നെ നമുക്കറിയാം mesencephalic nucleus also will be located in the midbrain, posterolateral to the trochlear nucleus. ഇത് അവസാനം കംപ്ലീഷൻ സൈക്കിന് വേണ്ടിയിട്ട് you have to show the reticular formation of the midbrain over here. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ we will be completing the section of midbrain at the level of inferior colliculus. Now we are going to draw the section at the level of upper pons. അപ്പോൾ മുമ്പത്തെ സെക്ഷനിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് we have to draw the outline correctly. അപ്പർ പോൺസിന്റെ ഔട്ട്ലൈൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഔട്ട്ലൈൻ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അപ്പർ പോൺസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പുറകിൽ ഫോർത്ത് വെൻട്രിക്കിൾ ഉണ്ടാവും. ഫോർത്ത് വെൻട്രിക്കിളിന്റെ upper most part, superior most part പോൺസിനകത്തായിരിക്കും. This is the closed part. So we have to show the fourth ventricle lying within the section of pons. ഈ വരയ്ക്കുന്ന cavity ആണ് upper part of superior part of the cranial part of the fourth ventricle. ഇനി നമ്മളൊരു ഇമാജിനറി ലൈൻ വിത്ത് എ കോൺവെക്സിറ്റി വെൻട്രലി വരച്ചുകൊണ്ട് പോൺസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഇമാജിനറി ലൈനിന് മുൻപിലുള്ള പാർട്ടിനെ നമ്മൾ ബേസിലാർ പാർട്ട് ഓഫ് പോൺസ് എന്ന് വിളിക്കും. അതിന് പുറകിലുള്ള പാർട്ടിനെ ടെഗ്മെന്റൽ പാർട്ട് എന്ന് വിളിക്കും. ടെഗ്മെന്റ് എന്നുള്ള വാക്ക് നമുക്ക് ഫെമിലിയർ ആണ്. Actually this tegmental part is actually the continuation of the tegmentum of the midbrain. അപ്പോൾ ബേസിലാർ പാർട്ട് എന്ന് പറയുന്നത് നാച്ചുറലി ക്രസ് സെറിബ്രയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് പോൺസിൽ വരുന്ന ഏരിയ ആണ് ബേസിലാർ പാർട്ട്. ഇനി പോൺസിന്റെ ഡോർസൽ പാർട്ടിന്റെ ഏറ്റവും പുറകില് സുപ്പീരിയർ കോളിക്കുലസിന്റെ ഒരു superior colliculus അല്ല, it was a mistake. This will be the superior cerebellar peduncle. superior cerebellar peduncle-ന്റെ ഒരു സെക്ഷൻ ഉണ്ടാവും. ഇതെങ്ങനെ വരുന്നതാണ്? അപ്പോൾ ഇത് മിഡ് ബ്രെയിൻ, ഇത് പോൺസ്, ഇത് മിഡില്ല, ഇതിന്റെ പുറകില് സെറിബെല്ലം ഇങ്ങനെ നിൽക്കുകയാണ്. പോൺസിൽ നിന്ന് സെറിബെല്ലത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഫൈബറുകളാണ് മിഡിൽ സെറിബെല്ലാർ പെഡങ്കിൾ. മിഡ് ബ്രെയിനിൽ നിന്ന് സെറിബെല്ലത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സ് ഒന്ന് താഴേക്കൊന്ന് ഇറങ്ങി വന്നിട്ടാണ് സെറിബെല്ലത്തിലേക്ക് പോവുക. ദാറ്റ് വിൽ ബി ദ സുപ്പീരിയർ സെറിബെല്ലാർ പെഡങ്കിൾ. മിഡിലയിൽ നിന്നുള്ളത് ഒന്ന് മുകളിലേക്ക് വന്നിട്ടാണ് സെറിബെല്ലത്തിലേക്ക് കയറുക. ദാറ്റ് വിൽ ബി ദ ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിൾ. അപ്പോൾ നാച്ചുറലി പടത്തിൽ തന്നെ വ്യക്തമാണ്, പടം ചെറുതാണെങ്കിലും ഇറ്റ്സ് ക്ലിയർ. അപ്പർ പോൺസിന്റെ സെക്ഷൻ എടുത്താൽ പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ടില് സുപ്പീരിയർ സെറിബെല്ലാർ പെഡങ്കിളിലൂടെ കട്ട് ചെയ്യും. ലോവർ മോസ്റ്റ് പാർട്ടിൽ സെക്ഷൻ എടുത്താൽ, ലോവർ പോൺസിന്റെ സെക്ഷൻ എടുത്താൽ ദാറ്റ് വിൽ ബി കട്ടിങ് ത്രൂ ദ ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിൾ. അപ്പോൾ അതുകൊണ്ടാണ് സുപ്പീരിയർ സെറിബെല്ലാർ പെഡങ്കിളിന്റെ സെക്ഷൻ പോൺസിന്റെ പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിക്കുക. ഇനി we will be focusing on the basilar part of the pons.
അപ്പോൾ ക്രസ് സെറിബ്രയിലൂടെ താഴേക്ക് വരുന്ന പിരമിഡൽ ട്രാക്റ്റിലെ കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സും കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സും they will be passing through the basilar part over here. ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നത് കാരണം ഈ ഫൈബേഴ്സ് വെർട്ടിക്കലി പാസ് ചെയ്യുമ്പോൾ നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കിയാൽ they will be appearing as dots. So we can see the longitudinally passing fibers and we may call them longitudinal fibers. Longitudinal fibers contains the corticospinal and corticonuclear fibers. Corticonuclear എന്ന് പറയുമ്പോൾ എന്താ ഓരോ ക്രേനിയൽ നെർവ് ന്യൂക്ലിയസിന് സപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഓരോ ലെവലിൽ വരുമ്പോൾ ആ ലെവലിൽ ഏത് ക്രേനിയൽ നെർവ് ന്യൂക്ലിയസ് ആണോ ഉള്ളത് അതിന് സപ്ലൈ ചെയ്യും. ഇപ്പം മിഡ് ബ്രെയിൻ ആയിരുന്നെന്നുണ്ടെങ്കിൽ അപ്പർ മിഡ് ബ്രെയിനിൽ ഓക്ലോമോട്ടോർ ന്യൂക്ലിയസിന് സപ്ലൈ ചെയ്തിരുന്നു, ലോവർ മിഡ് ബ്രെയിനിൽ ട്രോക്ലിയർ ന്യൂക്ലിയസിന് സപ്ലൈ ചെയ്തു. അതുപോലെ ഓരോ സെക്ഷനിൽ വരുമ്പോൾ കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ് കുറച്ച് അവിടെ ആ ലെവലിൽ ഏത് ക്രേനിയൽ നെർവ് ന്യൂക്ലിയസ് ആണോ ഉള്ളത് അതിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. Now there is another nuclear group, cranial nerve nuclei alla, another different nuclear group is located in the basilar part of the pons. ആ nuclear group ആണ് schematic ആയിട്ട് കാണിക്കുന്നത് that will be the pontine nuclei. This is the pontine nucleus. Nucleus അല്ല, nuclei, multiple nuclei ആണുള്ളത്. പിന്നെ നാച്ചുറലി ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? പിരമിഡൽ ട്രാക്ട് വഴി ഇറങ്ങിയ ക്രസ് സെറിബ്രയിലൂടെ പാസ് ചെയ്യുന്ന കോർട്ടിക്കോ പോണ്ടൈൻ ഫൈബർ, നമ്മൾ ഫ്രോണ്ടോ പോണ്ടൈൻ, ടെമ്പറോ പോണ്ടൈൻ, ഓക്സിപിറ്റോ പോണ്ടൈൻ, പരേറ്റോ പോണ്ടൈൻ എന്നൊക്കെ പറഞ്ഞ ആ കോർട്ടിക്കോ പോണ്ടൈൻ ഫൈബർ now it will end up in the pontine nucleus. പോണ്ടൈൻ ന്യൂക്ലിയസിലേക്ക് എൻഡ് ചെയ്തതിനു ശേഷം these information will be passed to the ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഒരു സൈഡിൽ നിന്ന് മെയിൻ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തു പോകും. കുറച്ചൊക്കെ ഇപ്സിലേറ്റർ സൈഡിലേക്കും പോകും, പക്ഷെ എന്നാലും മേജർ പാർട്ട് വിൽ ബി പാസിംഗ് ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. രണ്ട് സൈഡിലേക്കും വരയ്ക്കുന്നില്ല, അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ ഉണ്ടെന്ന് ഓർത്തോണം. സോ ദിസ് പാസിംഗ് ഫൈബേഴ്സ് we call them as transverse fibers, and the continuation of these fibers will be the middle cerebellar peduncle. They form the middle cerebellar peduncle. നമ്മൾ മുകളിലത്തെ ഈ പറയുന്ന ഡയഗ്രത്തിൽ നമ്മളിത് കാണിച്ചിരുന്നു. അപ്പോൾ അത്രയാകുമ്പോഴത്തേക്ക് ബേസിലർ പാർട്ട് കംപ്ലീറ്റ് ആയി. ബേസിലർ പാർട്ടിന്റെ മുൻപിൽ നമ്മളൊരു ബേസിലർ സൾക്കസ് കാണിക്കും, അവിടെയാണ് ബേസിലർ ആർട്ടറി എടുക്കുക. സോ ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ആ ബേസിലർ സൾക്കസ് കാണിക്കുന്ന കാര്യം മറന്നു പോകരുത്. മൂവിങ് ഓൺ ടു ദ ടെഗ്മെന്റൽ പാർട്ട്. ടെഗ്മെന്റൽ പാർട്ട് വളരെ ഈസിയാണ്. നമ്മൾ മിഡ് ബ്രെയിൻ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് medial to lateral, what is the order? We have a lemniscus present most medially, that is medial lemniscus. അതിന് തൊട്ട് lateral ആയിട്ടുള്ളത് trigeminal lemniscus, അതിന് തൊട്ട് lateral ആയിട്ടുള്ളത് spinal lemniscus, and most laterally we will have the lateral lemniscus. ഇപ്പോഴത്തെ സൈഡിൽ അത് വരച്ച് കാണിക്കുക. medial lemniscus, trigeminal lemniscus, spinal lemniscus, and we will have the lateral lemniscus. Anterior to posterior, posterior to anterior, the order of structures will be the medial longitudinal fasciculus, tectospinal tract, and rubrospinal tract. This was the order. നമ്മൾ നേരത്തെ തൊട്ട് പറയുന്ന ഓർഡർ ആണ്. MLF, tectospinal and rubrospinal tract. ഇപ്പം ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫൈബേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി ലാസ്റ്റ് ആയിട്ട് കാണിക്കേണ്ടത് നാച്ചുറലി ദ ക്രേനിയൽ നെർവ് ന്യൂക്ലിയൈ പ്രസന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. ഏതായിരിക്കും? ട്രൈജമിനൽ നെർവ്. അപ്പർ പോൺസ് ആണ്. ട്രൈജമിനൽ നെർവാണ് ഈ ലെവലിൽ വരേണ്ടത്. ട്രൈജമിനൽ നെർവിന്റെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത് പോലെ ഈ ലെവലിൽ കാണിക്കുന്ന 3 ന്യൂക്ലിയസ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ളത്. അതിൽ മീസെൻസെഫാലിക് നമ്മൾ ഏറ്റവും ഡോഴ്സലായിട്ട്
roughly it will be located over here. അത് നമ്മൾ ഒത്തിരി prominent ആയിട്ട് കാണിക്കണമെന്നില്ല because major part of that nuclei will be lying in the midbrain. അത് ചെറിയൊരു പാർട്ട് മാത്രം കാണും. പിന്നെ other two major nuclei of the trigeminal nerve, അതിൽ മീഡിയലായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, ലാറ്ററലായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. മീഡിയലായിട്ടുള്ളതാണ് മോട്ടോർ ന്യൂക്ലിയസ്, ലാറ്ററലായിട്ടുള്ളതാണ് സുപ്പീരിയർ സെൻസറി ന്യൂക്ലിയസ് ഓഫ് ദ ട്രൈജമിനൽ നെർവ്. രണ്ട് സൈഡിലും കാണിക്കുന്നു. ഇനി മോട്ടോർ ന്യൂക്ലിയസിൽ നിന്നുള്ളതും സെൻസറി ന്യൂക്ലിയസിൽ നിന്നുള്ളതും രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കണം. കാരണം at the point of emergence over here we can see the motor nerve fiber emerging medially to the sensory nerve fiber, and the point of emergence will be at the junction of basilar part and middle cerebellar peduncle. നമ്മൾ ഈ പോയിന്റ് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കണ്ടീഷനെ middle cerebellar peduncle എന്ന് വിളിക്കുക. So that was all about the transverse section of upper pons. Next section will be the section at the level of lower pons. അപ്പോൾ ഔട്ട്ലൈൻ ഈ കാണുന്നതാണ് ഔട്ട്ലൈൻ. ഈ ഒരു ഷേപ്പ് വളരെ പെക്യുലർ ആണ്. കാരണം ഇതിന്റെ പോസ്റ്റീരിയർ പാർട്ടിലായിരിക്കും, ഈ ഓപ്പൺഡ് പാർട്ടിലായിരിക്കും ഫോർത്ത് വെൻട്രിക്കിൾ വരിക. നേരത്തെ സെക്ഷനിലെ പോലെ അപ്പർ പോൺസിലെ പോലെ സെക്ഷൻ അകത്തായിട്ടല്ല, സെക്ഷന് പോസ്റ്റീരിയർ ആയിട്ടാണ് ഫോർത്ത് വെൻട്രിക്കിൾ വരിക. ഇറ്റ്സ് ഓപ്പൺഡ് പാർട്ട് ഓഫ് ദ പോൺസ്. നമ്മളവിടെ വരച്ചതുപോലെ തന്നെ ഇവിടെയും ഒരു ഇമാജിനറി ലൈൻ വരച്ചുകൊണ്ട് അതിന് മുൻപിലുള്ള ഏരിയയെ ബേസിലാർ പാർട്ട് എന്നും പുറകിലുള്ളതിനെ ടെഗ്മെന്റൽ പാർട്ട് എന്നും തിരിക്കാം. ഞാൻ ബേസിലാർ പാർട്ട് വീണ്ടും വരച്ച് കാണിക്കുന്നില്ല. ദേ വിൽ ബി ദ സെയിം. പെട്ടെന്നൊന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ this will be the longitudinal fibers carrying corticospinal and corticonuclear fibers. അതിന് ചുറ്റുമായിട്ട് ഇന്റർമിംഗിൾ ചെയ്തുകൊണ്ട് പോണ്ടൈൻ ന്യൂക്ലിയൈ കാണപ്പെടുന്നുണ്ട്. ഈ പോണ്ടൈൻ ന്യൂക്ലിയസിൽ നിന്ന് റിലേ ചെയ്യുന്ന കോർട്ടിക്കോ പോണ്ടൈൻ ഫൈബേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്ത് പോകുന്ന ഫൈബേഴ്സ് ആണ് ട്രാൻസ്വേഴ്സ് ഫൈബേഴ്സ്, ആൻഡ് ദീസ് ട്രാൻസ്വേഴ്സ് ഫൈബേഴ്സ് വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് ടു എ group of fibers at the lateral most aspect. ആ group of fiberനെ വിളിക്കുന്ന പേരാണ് middle cerebellar peduncle MCP. ഇനി നമ്മൾ നേരത്തെ അപ്പർ പോൺസിൽ പറഞ്ഞ പോലെ തന്നെ മിഡിലയിൽ നിന്നുള്ള cerebellar peduncle, that is the inferior cerebellar peduncle, will be present, a section of that will be present on the posteriormost part of the lower level of the pons. അതുകൊണ്ട് ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിളിന്റെ ഒരു സെക്ഷൻ കൂടി കാണിക്കുന്നു. അപ്പർ പോൺസിലായിരുന്നപ്പോൾ സുപ്പീരിയർ സെറിബെല്ലാർ പെഡങ്കിളായിരുന്നു നമ്മൾ സെക്ഷൻ കാണിച്ചത്. Now, posterior to anterior, what is the arrangement of structure? Same. Medial longitudinal fasciculus, tectospinal tract, and the final one will be the rubrospinal tract. MLF, tectospinal and rubrospinal tract. Medial to lateral. ഇവിടെ ശ്രദ്ധിച്ചോണം. We have just medially പഴയ സ്ട്രക്ചർ തന്നെ, that will be the medial lemniscus. പക്ഷെ തൊട്ടടുത്തായിട്ട് നമ്മൾ കാണിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം അടുത്തത് ട്രൈജമിനൽ ലെമിനിസ്കസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കറിയാം ദിസ് ഈസ് ദ ലോവർ പോൺസ്. ഇവിടെ സ്പൈനൽ ന്യൂക്ലിയസ് കണ്ടു തുടങ്ങും, സ്പൈനൽ ന്യൂക്ലിയസ് ഓഫ് ട്രൈജമിനൽ നെർവ് കണ്ടു തുടങ്ങും. സോ ട്രാക്ട് വിൽ ബി ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ സ്പൈനൽ ന്യൂക്ലിയസ് ഓഫ് ട്രൈജമിനൽ. നമ്മളത് പിന്നീട് വരയ്ക്കും. സോ നോ നീഡ് ടു ഡ്രോ ദ ട്രൈജമിനൽ ലെമിനിസ്കസ് അറ്റ് ദിസ് മീഡിയൽ ടു ലാറ്ററൽ ഓറിയന്റേഷൻ. അപ്പൊ അടുത്ത ലെമിനിസ്കസ് എന്ന് പറയുന്നത് that will be the spinal lemniscus. Further laterally we will have the, as per the order, lateral lemniscus. ശരി, അപ്പോൾ നമ്മൾ lemniscus എല്ലാം ആയി കഴിഞ്ഞു. Now we have to complete the cranial nerve nucleus present in this particular section.
അപ്പോൾ ലോവർ പോൺസ് ആണ്. ഏതൊക്കെ ക്രേനിയൽ ന്യൂക്ലിയസ് ആണ്? We will have 6th cranial nerve nucleus, that is the abducent nucleus. We have presented over here. Then we have ventrolaterally, actually that is caudally also. That will be the motor nucleus of the facial nerve. The lateral lemniscusന്റെ തൊട്ട് dorsal ആയിട്ട് we have a nucleus, that is the superior olivary nucleus. അടുത്തായതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. So we have 6th nerve nucleus, we have 7th nerve nucleus and 8th nerve nucleus. 6 എണ്ണം ഉണ്ട്. 4 വെസ്റ്റിബുലർ ന്യൂക്ലിയസും 2 കോക്ലിയർ ന്യൂക്ലിയസും. അതിൽ വെസ്റ്റിബുലർ ന്യൂക്ലിയസ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കാണിക്കുവാണ്. Here will be the 4 vestibular nuclei. ഇനി inferior cerebellar peduncle dorsal ആയിട്ടും ventral ആയിട്ടും we will have the cochlear nucleus. This will be the dorsal cochlear nucleus. This will be the ventral cochlear nucleus. ഇനി അപ്പോൾ 6, 7, 8 കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി എന്താ കാണിക്കുക? അഞ്ചാമത്തെ നെർവിന്റെ, ട്രൈജമിനൽ നെർവിന്റെ ഏത് ന്യൂക്ലിയസ് ആയിരിക്കും ലോവർ പോൺസിലുള്ളത്? നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ we have the spinal nucleus of the trigeminal nerve. അപ്പോൾ സ്പൈനൽ ന്യൂക്ലിയസ് വരയ്ക്കുമ്പോൾ അതിനോട് ചേർന്ന് ട്രൈജമിനൽ ലെമിനിസ്കസിന്റെ കുറച്ച് ഫൈബേഴ്സും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇത്ര സിമ്പിൾ ആയിട്ടല്ല, ദിസ് ഈസ് എൻ ഓവർ സിംപ്ലിഫൈഡ് സ്റ്റേറ്റ്മെന്റ്, പക്ഷേ ഒരു അണ്ടർഗ്രാജുവേറ്റ് ലെവലിൽ ഇത്രയും മതിയാവും. സ്പൈനൽ ന്യൂക്ലിയസ് ഓഫ് ട്രൈജമിനൽ നെർവിനോട് ചേർന്ന് ട്രൈജമിനൽ ലെമിനിസ്കസിന്റെ കുറച്ച് പാർട്ട് കാണിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മീഡിയൽ ടു ലാറ്ററൽ ഓറിയന്റേഷനിൽ നേരത്തെ വരച്ചപ്പോൾ കാണിക്കാതിരുന്നത്. ഇനി ഈ സെക്ഷനിലുള്ള വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മിഡിൽ റീജിയനിലായിട്ട് കാണപ്പെടുന്ന ഒരു ക്രോസിംഗ് ഓവർ ഓഫ് സം ഫൈബേഴ്സ്. ആൻഡ് ദീസ് ഫൈബേഴ്സ് ഇങ്ങനെ ക്രോസ് ചെയ്തതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാവുന്ന ഒരു മാസ് ഓഫ് ടിഷ്യൂ വിൽ ബി ദർ. ദാറ്റ് വിൽ ബി നോൺ ആസ് ട്രപ്പീസോയിഡ് ബോഡി അല്ലെങ്കിൽ കോർപ്പസ് ട്രപ്പീസോയിഡി എന്നൊക്കെ പറയും. That is a part of the auditory pathway. Now finally, ഈ സെക്ഷന്റെ ഏറ്റവും പെക്യുലിയർ ഫീച്ചർ, ലോവർ പോൺസിന്റൽ സെക്ഷന്റെ ഏറ്റവും പെക്യുലിയർ ഫീച്ചർ ആണ് ഫേഷ്യൽ കോളിക്കുലസ്. അതായത് ഫോർത്ത് വെൻട്രിക്കിളിന്റെ ഫ്ലോറിലായിട്ട് അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എലിവേഷൻ ഉണ്ടാവും. ദാറ്റ് എലിവേഷൻ വിൽ ബി നോൺ ആസ് ദ ഫേഷ്യൽ കോളിക്കുലസ്. അപ്പൊ ഫേഷ്യൽ കോളിക്കുലസ് എങ്ങനെ ഉണ്ടായി? ഫേഷ്യൽ നെർവിന്റെ ഫൈബേഴ്സ് മോട്ടോർ ന്യൂക്ലിയസ് ഓഫ് ഫേഷ്യലിൽ നിന്ന് ഇറങ്ങി അബ്ഡ്യൂസന്റ് ന്യൂക്ലിയസിനെ വൈൻഡ് ചെയ്ത് ഇറ്റ് എമർജസ് ഔട്ട്. ഫേഷ്യൽ ഫൈബേഴ്സ് ഡോർസലി പാസ് ചെയ്ത് അബ്ഡ്യൂസന്റ് ന്യൂക്ലിയസിനെ വൈൻഡ് ചെയ്ത് ഇറ്റ് എമർജസ് ഔട്ട്. അപ്പൊ എന്തിനാണ് ഇത് സംഭവിക്കുന്നത്? ബിക്കോസ് ഫേഷ്യൽ നെർവ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് സ്റ്റിമുലേഷൻ, ദാറ്റ് ഈസ് ദ സ്പൈനൽ ന്യൂക്ലിയസ്. അതായത് സ്പൈനൽ ന്യൂക്ലിയസ് ആണ് ഫേസിൽ നിന്നും ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ നിന്നുള്ള പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. സ്പൈനൽ ന്യൂക്ലിയസിലേക്കാണ് എത്തുന്നത് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻ. അപ്പോൾ ആ സെൻസേഷൻ കിട്ടുന്നതിനനുസരിച്ച് ഫേസിലുള്ള മസിൽസിന്റെ കോൺട്രാക്ഷൻ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് മോട്ടോർ ന്യൂക്ലിയസ് ഓഫ് ഫേഷ്യൽ നെർവ് ആയിരിക്കും. അപ്പോൾ ആ റിഫ്ലക്സ് ആക്ടിവിറ്റി പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ സെൻസറി ലിംബും മോട്ടോർ ലിംബും അടുത്തടുത്തുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മോട്ടോർ ന്യൂക്ലിയസ് ഓഫ് ഫേഷ്യൽ നെർവ് വിൽ ബി പാസിംഗ് ടുവേർഡ്സ് ദ spinal nucleus of trigeminal nerve, and this property developmentally it is known as neurobiotaxis. അപ്പോൾ ലോവർ പോൺസിന്റെ ലെവലിലെ സെക്ഷൻ വരയ്ക്കുമ്പോൾ ഫേഷ്യൽ കോളിക്കുലസും ന്യൂറോബയോടാക്സിസും മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത്. So that's all about the section at the level of lower pons.